ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോംസ് എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര ടയേർഡാണ്. എൻ്റെ ക്ഷീണം എൻ്റെ മുഖത്തും എൻ്റെ ശബ്ദത്തിലൊക്കെ കാണണ്ട. നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. ചെറിയ യാത്രയാണ്. തിരിച്ചു പോവുകയാണ് എറണാകുളത്ത് നിന്ന്. ഞാനിപ്പോൾ എറണാകുളം സൗത്ത്, അതായത് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനാണ് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷൻ എവിടെയെന്ന് വിചാരിക്കുന്നുണ്ടാവും. റെയിൽവേ സ്റ്റേഷൻ കാണാനില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഫുഡ് കോർട്ടിന് മുന്നിൽ നിന്നാണ് ഫോട്ടോ എടുത്തത്. കാരണം റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് കാണാനില്ല. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് അവർ പൊളിച്ചു. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിംഗ് പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ്ങിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ആകെ ഇപ്പോൾ ബാക്കിയുള്ളത് ഫ്ലാഗ് പോസ്റ്റ് മാത്രമാണ്. റെയിൽവേ സ്റ്റേഷൻ ബിൽഡിങ് ഏറെക്കുറെ മുഴുവനായിട്ടും പൊളിച്ചു കഴിഞ്ഞു വരും. നമുക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ബാക്കി ഗ്യാപ്പിൽ കൂടെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ യാത്രയെ പറ്റി പറയുകയാണെങ്കിൽ, ഇവിടെ നമ്മൾ എറണാകുളം സൗത്തിൽ നിന്ന് ഷൊർണൂരിലേക്ക് പോവാണ്. 16307 ആലപ്പുഴ കണ്ണൂർ ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ് യാത്ര. അതിഭയങ്കരമായ തിരക്കാണ് ആ ട്രെയിന്. അതുപോലെ റിസർവേഷൻ ഒക്കെ തന്നെ ഫുള്ളായിരുന്നു. അതുകൊണ്ട് വേറെ വഴിയൊന്നുമില്ലാണ്ട് ഞാൻ AC ചെയർക്കാരനാണ് ടിക്കറ്റ് എടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ യാത്ര AC ചെയർക്കാരനാണ്. പിന്നെ എന്തായാലും ആ യാത്രയിലൊരു കുറച്ച് നേരമേ ഉള്ളൂ. 5:15 ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ ഒരു 6-10 വരെ അല്ലേ വെളിച്ചം കിട്ടുള്ളൂ. പിന്നെ കൂടി ഇരുട്ടായിരിക്കും. 7-7:45 ഷൊർണൂർ എത്താൻ. ഇതായിരുന്നു എറണാകുളം റെയിൽവേ സ്റ്റേഷൻ ഏറെക്കുറെ മുഴുവൻ പൊളിച്ചു കഴിഞ്ഞതാണ്. നല്ല തകൃതിയിൽ പൊളിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ പൊളിച്ചു കഴിഞ്ഞു. അത് ഇപ്പുറത്തെ സൈഡൊക്കെ മുഴുവൻ ആയി കഴിഞ്ഞു പൊളിക്കൽ. ഇതാണ് എറണാകുളം സ്റ്റേഷൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി 2 വർഷം കൂടി എടുക്കും ഈ സ്റ്റേഷൻ മുഴുവനായിട്ട് പണി കഴിയാൻ. അത് കഴിയുമ്പോൾ ഒരു അടിപൊളി സ്റ്റേഷൻ നമുക്ക് കിട്ടുന്നതായിരിക്കാം. അപ്പോൾ ബിൽഡിംഗ് പൊളിച്ചുകൊണ്ട് കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അൺറിസർവ് ടിക്കറ്റ് കൗണ്ടർ മൊത്തം പുറത്തേക്ക് മാറി. അൺറിസർവ് ടിക്കറ്റ് കൗണ്ടർ ആൻഡ് ഇൻഫർമേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ പുറത്തേക്ക് മാറി. ഇത് പഴയ റിസർവേഷൻ ടിക്കറ്റ് കൗണ്ടറായിരുന്നു. അങ്ങോട്ട് മാറി എല്ലാം. അൺറിസർവ്ഡും റിസർവ്ഡും എല്ലാം അങ്ങോട്ട് ആ കൗണ്ടറിലേക്ക് മാറി. ഇപ്പോൾ ഇവിടെ വന്നാലാണ് നമുക്ക് ഇതെല്ലാം കിട്ടുക, ടിക്കറ്റൊക്കെ കിട്ടാം. പിന്നെ പഴയ കാർ പാർക്കിംഗ് ഉണ്ടായിരുന്നത് ഇപ്പോഴും കുറച്ച് കാർ പാർക്കിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. അത് മുഴുവൻ ഓട്ടോ സ്റ്റാൻഡായെന്ന് എനിക്ക് അതുകൊണ്ട് വ്യക്തമായില്ല. കാര്യം പാർക്കിംഗ് 2 വീലർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ അപ്പുറത്തോട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. 2 വീലർ പാർക്കിംഗ് അണ്ടർ മെട്രോ പില്ലർ 745, 750 എന്ന് പറഞ്ഞ ബോർഡ് വെച്ചിട്ടുണ്ട്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് കോർട്ട്, ഇതാണ് ഫുഡ് കോർട്ട്. ഈ ഫുഡ് കോർട്ടിന് മറ്റേ പോസ്റ്റൽ അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പുതിയ എൻട്രൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണിപ്പോൾ എറണാകുളത്തിൻ്റെ അവസ്ഥ. ഇവിടെ ഇതിപ്പോൾ ഓട്ടോ സ്റ്റാൻഡാണ്. ഇനി കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാറ്റ്ഫോമിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഞാൻ പ്ലാറ്റ്ഫോമിൻ്റെ എൻട്രൻസ് വരെ എത്തുമ്പോഴേക്കും നിങ്ങളൊരു പണിയാണ്, ഞാൻ നേരത്തെ എടുത്ത കുറച്ച് വിഷ്വൽസ് ഉണ്ട്. ആ വിഷ്വൽസ് കണ്ടിട്ട് തിരിച്ചെത്തുമ്പോഴേക്കും ഞാൻ എൻട്രൻസിൽ നടന്നേക്കാം. ഹീറോ ഡീസൽ ഷെഡിന് 25050 എറണാകുളം എക്സ്പ്രസ് ആണ്. എറണാകുളം എക്സ്പ്രസ്സിന് കയറാനുള്ള തിരക്കുണ്ടോ? നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത രംഗത്തിൻ്റെ സമ്പൂർണ്ണ ഫെയിലിയറിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ തിരക്ക്. കാര്യം ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു റോഡ് ട്രാൻസ്പോർട്ട് മെക്കാനിസം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആൾക്കാർ തീർച്ചയായിട്ടും ഇങ്ങനെ തിക്കി തിരക്കി ട്രെയിനുകളിൽ കയറില്ല. ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 5 ഒരു സിംഗിൾ CBC കോച്ച് എടുക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒന്ന് ഷണ്ട് ചെയ്യാൻ പോകുന്നത്. ഒരു ലൈറ്റ് വാപ്സവൻ ഈ റോഡിൻ്റെ 39222 39 ആണോ 37 ആണോ പറഞ്ഞത്. ഷണ്ടിങ്ങിലാണ്. അത് കണ്ട എങ്ങോട്ട് 39222 ഷണ്ടിങ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 6 ലൈനിലേക്ക് കയറി പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു ആൽക്കോ വരും 13330 WDG3. അത് ഈ സിംഗിൾ കോച്ചിന് ഷണ്ട് വന്നാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എറണാകുളം എക്സ്പ്രസിൻ്റെ അറൈവലും കുറച്ച് ലൈറ്റ് മൂവ്മെൻ്റ് ഒക്കെ ഉണ്ടാകുന്ന കണ്ടല്ലോ. ഞാനിപ്പോൾ ഇതാ എൻട്രൻസിലെത്തി. ഇതാണ് പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രൻസ്. ഇത് ഓഫീസേഴ്സ് ഗസ്റ്റ് ഹൗസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ എൻട്രൻസ് എടുക്കുന്നത്. ഇവിടെയാണ് RPFൻ്റെ ഓഫീസ്, അതുപോലെ കോച്ചിങ് ഡിപ്പോ ഓഫീസർ, അങ്ങനത്തെ ഒരു ഓഫീസ് ഇവിടെയാണ്. അതിന് തൊട്ടടുത്തായിട്ടൊരു ചെറിയൊരു എൻട്രൻസ് ആണ് ഇപ്പോഴത്തെ എറണാകുളം സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 എൻട്രൻസ് എന്ന് പറയുന്നത്.
ഈ എൻട്രൻസിൽ തന്നെ ഒരു ATVയും വെച്ചിട്ടുണ്ട്, അതുപോലെ അങ്ങേറ്റത്ത് ഒരു ഇൻഫർമേഷൻ സെൻറ്ററും വെച്ചിട്ടുണ്ട്. വളരെ കൺജസ്റ്റഡ് ആണ് എൻട്രൻസ്. തീർച്ചയായും ഒരു ടെമ്പററി എൻട്രൻസ് ആണല്ലോ. വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു എൻട്രൻസ് ആണ് ഇവിടെ ഉള്ളത്. നമുക്കെന്നാൽ സ്റ്റേഷനുള്ളിലേക്ക് കയറാം. സ്റ്റേഷന് ഉള്ളിലോട്ട് കയറുകയാണ്. ഇവിടെ ഇൻഫർമേഷൻ സെൻറ്ററിൽ നമ്മുടെ ട്രെയിനിനെ പറ്റി കുറച്ച് ഇൻഫർമേഷൻ അവൈലബിൾ ആണ്. അതൊന്ന് നോക്കിയേക്കാം. 16307 ആണ് നമ്മുടെ ട്രെയിന്. പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട് 17:10. പ്ലാറ്റ്ഫോം നമ്പർ 1 വരുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ ഡിസ്പ്ലേയിൽ കോച്ച് പൊസിഷനും അപ്ഡേറ്റ് ആയിട്ടുണ്ട്. കോച്ച് പൊസിഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഞാൻ C1 ആണ്, 17ാമത്തെ കോച്ചാണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന വണ്ടി ആലപ്പുഴ ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് ആണ്. ഇപ്പോൾ പ്ലാറ്റ്ഫോം 1-ന് ഒരു അഡാർ ഐറ്റം കിടക്കുന്നുണ്ട്. ബാക്ക് 12 60140. തൊട്ടപ്പുറത്ത് ഞാൻ നേരത്തെ ഇങ്ങോട്ട് വന്ന ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് സ്പെഷ്യൽ ഉണ്ട്. ഇപ്പുറത്തെ WDG3 1330 ഉണ്ട്. 1330 ഒരു ഷണ്ടിങ് വീഡിയോ ഇതിന് തൊട്ട് മുമ്പ് വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും. ആ കോച്ചിനെ അത് ഷണ്ട് ചെയ്ത് ഇപ്പോൾ പോയ ചെന്നൈ എക്സ്പ്രസിൻ്റെ ബാറ്ററിക്ക് തന്നെ കപ്പിൾ ചെയ്ത് അത് പോയി ഒരു ബാക്ക് കിടക്കുന്നുണ്ട്. അങ്ങനെ എറണാകുളത്ത് വന്നു ഡിജിറ്റൽ ബോർഡ്. ഇത് പറയുന്നത് C1 ഇവിടെ വരുന്നതാണ്. 17ാമത്തെ കോച്ച് 16307. നമ്മൾ കറക്റ്റ് 17 താഴെ വെയിറ്റ് ചെയ്യാം. താഴെ ഒരു മെമോ, മുകളിൽ കൂടെ ഒരു മെട്രോ. അങ്ങനെ ലുക്കല്ലേ. നമ്മുടെ ട്രെയിനിൻ്റെ ജസ്റ്റ് പ്ലാറ്റ്ഫോമിലോട്ട് കയറി വരുന്നുണ്ട്. അറ്റം വരെ യാത്രക്കാരൻ നിൽക്കുകയാണ്. കയറി വന്ന് കണ്ടിട്ടുണ്ടാവും. ബാക്ക് 4 നിറച്ച ആൾക്കാരാണ്. പ്ലാറ്റ്ഫോമിൽ അറ്റം വരെ ആൾക്കാരുണ്ട്. ബാക്ക് 4 22754 ഈറോഡിൻ്റെ ഈറോഡ് ഡീസൽ ഷെഡുണ്ട്. ഈറോഡ് ഡീസൽ ഷെഡിൻ്റെ ലോക്കമാണ്. നമ്മുടെ കോച്ച് C1 17ാമത്തെ കോച്ച്. അപ്പോൾ ഏറ്റവും ബാക്കിലായിരിക്കുമല്ലോ, സമയമുണ്ട്. നിലവിൽ ഇതിൻ്റെ അണ്ടർസോഡ് കോച്ചുകളൊക്കെ കാലിയാണ്. പക്ഷേ ഞാൻ ഈ വണ്ടി കണ്ടപ്പോൾ നല്ല തിരക്കായിരുന്നു. ഇപ്പോൾ കാലിയാണ്. അപ്പോൾ എറണാകുളം സൗത്തിൽ നിന്ന് കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടും കേട്ടോ. പക്ഷേ ഫാസ്റ്റസ്റ്റ് ഫിംഗർ ഫസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ആയിരിക്കും. വേഗം ചാടി കാരണം റിസർവേഷൻ കോച്ചുകൾ ഓരോന്നായിട്ട് വന്നു. നമ്മുടെ കോച്ചും വന്നു. നമ്മളിന്ന് AC ചേർക്കാറാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്കിന്ന് ഒരാഴ്ച നിന്നിരിക്കുന്ന AC 3 ടയറാണ്. 116101 ആണ് നമ്മുടെ കോച്ച്. നമുക്ക് അതിലേക്ക് തന്നെ വേഗം കയറിയേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതല്ല, നമ്മൾ AC ചേർക്കാറിലാണ് ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് കിട്ടിയത് AC 3 ടയറാണ്. അപ്പോൾ 75 സീറ്റും 64 സീറ്റും അവരെങ്ങനെയാണ് മാനേജ് ചെയ്തിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും എനിക്ക് വന്ന മെസ്സേജ് പ്രകാരം സീറ്റ് നമ്പർ ചേഞ്ച് ഒന്നുമില്ല. AC ചേർക്കാൻ മിക്കവാറും സിക്കായിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവർ അതിന് പകരം 3 ടയർ വിട്ടത്. അപ്പം ഉള്ളിലോട്ട് പതുക്കെ കയറിയേക്കാം. ഉള്ളിലോട്ട് കയറി 14. ഇതാണ് എൻ്റെ ഭാഗത്ത്. എഴുന്നേക്കാം. കോച്ച് കാലിയായിരുന്നു. യാത്രക്കാരൊക്കെ ഇവിടുന്ന് കയറുന്ന കണ്ടു മെജോറിറ്റി. നേരത്തെ കണ്ട മെമോ കുറച്ചും കൂടെ അടുത്ത് കാണാം കോച്ചിനകത്തൊന്നും. നേരത്തെ വന്ന ഗുരുവായൂർ എറണാകുളം എക്സ്പ്രസ് ഇപ്പോൾ എറണാകുളം കായംകുളം എക്സ്പ്രസ്സായി. അവിടെ G12 അനങ്ങുന്നുണ്ട്. സമയം 5:15. പക്ഷെ നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടില്ല ഇതുവരെ. പ്ലാറ്റ്ഫോമിലാണ് തിരക്കും. ഒത്തിരി വണ്ടിക്കകത്തോട് കയറി കണ്ടോ. പ്ലാറ്റ്ഫോം ഏറെക്കുറെ കാലിയായി. കാര്യം ഇനി മലബാറിലോട്ട് കുറച്ച് നേരത്തേക്ക് വണ്ടിയൊന്നുമില്ല. അങ്ങനെ നമ്മൾ എറണാകുളം സൗത്തിൽ നിന്നും പുറപ്പെട്ടു. എറണാകുളം ജംഗ്ഷനിൽ നിന്നും വണ്ടി തുടങ്ങി. സമയം ഇപ്പോൾ 5:19. വണ്ടി ഏകദേശം 4 മിനിറ്റ് ബിഹൈൻഡ് ഷെഡ്യൂളാണ്. നമ്മളങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ്. മെയിൻ വയൽ അപ്പുറത്തെ സൈഡിൽ നിന്ന് ജനശതാബ്ദി കയറി വരുന്ന കാണാം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെയിൻ പുള്ളിങ് ആണോ പറഞ്ഞിട്ട് നിർത്തിയാണെന്നോ. അല്ല, ചെയിൻ പുള്ളിങ് അല്ല. ബാക്ക് 12 ഓൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണ്.
ഇവിടെ വേണാട് എക്സ്പ്രസ് റിവേഴ്സൽ കംപ്ലീറ്റ് ആയി. അടുത്ത ലോക്കോ ചാർജ് എടുത്തു. ഒരു AC എക്കണോമി കോച്ച് ആഡ് ചെയ്തിട്ടുണ്ട് അതിലേക്ക് 232845. നമ്മൾ നേരത്തെ ഈ വാപ്സൺ ഷണ്ട് ചെയ്യുന്ന കണ്ടായിരുന്നു. അങ്ങനെ അപ്പുറത്ത് കൂടെ ജനശതാബ്ദി ഉള്ളിലോട്ട് കയറി പോകുന്ന കാണാം. ജനശതാബ്ദി ലോക്കോ കാണാൻ പറ്റിയില്ല, വാപ്സവനായിരുന്നു. രാവിലെ ഇന്ന് കണ്ടായിരുന്നു, അതാണോ എന്ന് അറിയില്ല. ഇനി ആ ജനശതാബ്ദി ഉള്ളിലോട്ട് കയറി പോകുന്നു. കറക്റ്റ് ജനശതാബ്ദി വന്നപ്പോൾ എറണാകുളം ലോക്കോ ഷെഡിനെ കവർ ചെയ്തു. ആ ബ്ലൂ ഷെഡായിരുന്നു എറണാകുളം ലോക്കോ ഷെഡ്, അത് കവറായിപ്പോയി ജനശതാബ്ദി കാരണം. ഇവിടെ ഒരു ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ് ഉണ്ട്. ആ കാണുന്ന ഇലക്ട്രിക് ലോക്കോ ട്രിപ്പ് ഷെഡ്, അതിനകത്തൊരു വാപ്സ് വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ കുറേ കണ്ടം ചെയ്ത ആൽക്കോസ് കാണാം ഡീസൽ ലോക്കോ ഷെഡിന് ഉള്ളിൽ. അതൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുന്ന ആൽക്കോസാണ്. അപ്പം നമ്മളങ്ങനെ ജസ്റ്റ് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ടിറങ്ങി. നമുക്കിനി എറണാകുളം നോർത്തിൽ സ്റ്റോപ്പുണ്ട്, അതായത് എറണാകുളം ടൗണിൽ നമുക്ക് സ്റ്റോപ്പുണ്ട്. ഇത് തരൂർ ആൻഡ് സൺസ് മാനേജ് ചെയ്യുന്ന കോച്ച് വാഷിംഗ് ഇതാണ്, ഫെസിലിറ്റിയാണ്. ലിനൻ വാഷിംഗ് ഫെസിലിറ്റിയാണ്. നമ്മുടെ ബെഡ്ഷീറ്റ്, പില്ലോ കവർ ഒക്കെ വാഷ് ചെയ്യുന്ന സ്ഥലമാണത്. തരൂർ ആൻഡ് സൺസ് ആണ് കോൺട്രാക്ടർ. ഇതോടെ റൈറ്റിലോട്ട് തിരിഞ്ഞു പോകുന്നതാണ് കോട്ടയം ഭാഗത്തേക്ക് പോകുന്ന ലൈന്. അല്ല, എക്സ്ട്രീം റൈറ്റിലെ ലൈൻ എൻ്റെ അറിവിൽ ഷണ്ടിങ് നെക്കാണ്. ലെഫ്റ്റിലത്തെ ലൈൻ മാത്രമാണ് മെയിൻ ലൈൻ. നമ്മുടെ കോച്ചിൻ്റെ മറ്റേ ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റിൻ്റെ സൗണ്ട് കേൾക്കാം. ഇതാണ് കോട്ടയത്തേക്ക് പോകുന്ന ലൈന്. നമ്മൾ ഈ ലൈനിൽ 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പ്രാവശ്യം വേണാട് എക്സ്പ്രസിനും പിന്നെ അതുപോലെ വേളാങ്കണ്ണി എറണാകുളം എക്സ്പ്രസിനും. അങ്ങനെ 2 വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. കോട്ടയം ഭാഗത്തുനിന്ന് എറണാകുളം നോർത്തിലേക്ക് പോകുന്ന ബൈപ്പാസ് ലിങ്ക് ലൈനെ കാണാം. ഈ ലൈൻ എറണാകുളം നോർത്തിൽ നിന്ന് തുടങ്ങി നേരെ കോച്ചിങ്ങാട് എറണാകുളം മാർഷലിംഗ് ആടി പോയി കയറും. അവിടുന്ന് മറ്റേ എറണാകുളം കോട്ടയം ലൈനിലേക്ക് ഇത് മേർജ് ആവും. ഇതൊരു ബൈപ്പാസ് ലൈനാണ്. എറണാകുളം സൗത്ത് അവോയ്ഡ് ചെയ്ത്, അതായത് എറണാകുളം ജംഗ്ഷൻ അവോയ്ഡ് ചെയ്ത് നോർത്തിൽ നിന്നും ട്രെയിനുകൾക്ക് നേരെ കോട്ടയം ഭാഗത്തേക്ക് പോകാൻ പറ്റി. ഈ ലിങ്ക് ലൈനും ഡബിൾഡാണ്. നിങ്ങൾക്ക് അപ്പ് ലൈൻ നിങ്ങൾക്ക് കാണാം. 2 സ്ത്രീകൾ നടന്നു പോകുന്ന സ്ഥലത്താണ് അപ്പ് ലൈൻ വന്ന് കയറുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഡൗൺ ലൈൻ പോകുന്നത് നിങ്ങൾക്ക് കാണാം. അങ്ങനെ ഹോം സ്റ്റേയിൽ കുറച്ച് നേരം കാത്ത് കിടന്നിട്ട് നമ്മൾ എടുത്തു. നമുക്ക് എറണാകുളം സൗത്തിലും നോർത്തിലും 2 സ്റ്റോപ്പുണ്ട്. എറണാകുളം ജംഗ്ഷനിൽ എറണാകുളം ടൗണിൽ 2 സ്റ്റേഷനിൽ നമുക്ക് സ്റ്റോപ്പുണ്ട്. ജസ്റ്റ് എറണാകുളം നോർത്ത് അഥവാ എറണാകുളം ടൗൺ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇവിടെ സ്റ്റേഷൻ ഡെവലപ്മെൻറ്റ് വർക്ക് നടക്കുന്നത് കാണാം. ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. എനിക്ക് സ്റ്റേഷൻ ഇവിടം വരെ വരും തോന്നി. പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അടിപൊളിയാവും. അങ്ങനെയാണെങ്കിൽ ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട്. ഫൈലിംഗ് വർക്കുകളും എക്സ്കവേഷനും ഒക്കെ കാണാം നമുക്ക്. പിന്നെ പ്ലാറ്റ്ഫോം സഡനായിട്ട് സ്റ്റാർട്ടാവും. സഡനായിട്ട് എറണാകുളം ടൗൺ എന്നുള്ള തന്നെ പ്ലാറ്റ്ഫോം സ്റ്റാർട്ടാവും. കാര്യം ഈ സൈഡ് ഫുള്ള് അവർ ബാരിക്കേഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. വർക്ക് നടക്കുന്നുണ്ട്. ഫുള്ള് മൊത്തം ദൂരം പണി നടക്കുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ബാരിക്കേഡ് വെച്ചാൽ അപ്പുറത്തോട്ടൊക്കെ പണി നടക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് പേര് കയറാറുണ്ട്. എറണാകുളം നോർത്തിൽ നിന്ന് ഒത്തിരി പേര് കയറും. ഇവിടുന്ന് കയറാനുള്ള തിരക്കുണ്ടോ.
ഹിംസാഗർ എക്സ്പ്രസ് എത്താനായി. അതിൻ്റെ ടി ടിമാരാണ് അവിടെ നിൽക്കുന്നത്, ഡ്യൂട്ടി എടുക്കാനുള്ള ടി ടിമാർ. ലേറ്റ് ആണെന്ന് തോന്നുന്നു ഹിംസാഗർ എക്സ്പ്രസ്. എനിക്ക് അതിൻ്റെ എക്സാക്ട് ടൈമിംഗ് അറിയില്ല. ലേറ്റായിട്ടാണ് തോന്നുന്നു വരുന്നത്. തിരക്കൊക്കെ കയറി കഴിഞ്ഞു. പ്ലാറ്റ്ഫോം കാലിയായി കണ്ടോ. തിരക്ക് മൊത്തം നമ്മുടെ വണ്ടികളായിരുന്നു. മുഴുവൻ കയറി കഴിഞ്ഞു. എന്നിട്ട് പ്ലാറ്റ്ഫോം ഇതാ മൊത്തത്തിൽ കാലിയായി. സമയം 5:34. നമ്മളങ്ങനെ അനങ്ങി തുടങ്ങി. ഇന്ന് എന്താണെന്നറിയില്ല, ഇന്ന് ഈ വണ്ടി ഫുള്ളി സോൾഡ് ഔട്ടാണ്. നോൺ എ സി ചേർക്കാറിലും സീറ്റില്ല, അതുപോലെ എ സി ചേർക്കാറിലും സീറ്റില്ല, രണ്ടും ഫുള്ളാണ്. കട്ട് സീറ്റ് പോലും ഇല്ലെന്നാണ് ടി ടി പറയുന്നത്. സെക്ഷനിൽ പോലും കാലിലാണ്. ഞാൻ തന്നെ തത്കാലിലാണ് ടിക്കറ്റ് എടുത്തത്. ഹിംസാഗർ എക്സ്പ്രസ് ആണ് വരുന്നത്. 37079 കല്യാണിൻ്റെ വാപ്പ് 7, കന്യാകുമാരി ശ്രീ മാതാ വൈഷ്ണോദേവി കട്ര. ഹിംസാഗർ എക്സ്പ്രസ് ആണത്. ജൽ ശക്തി അഭിയാനിൻ്റെ തോന്നുന്നു. അതിൻ്റെ പരസ്യങ്ങളുണ്ട്. അങ്ങനെ ഹിമസാഗർ കയറി നമ്മൾ ഇറങ്ങി. ഇനി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ പോകാം. നല്ല ക്ഷീണമുണ്ട്, രാവിലെ ഒരു ഓട്ടത്തിലാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഉള്ളിൽ വരികട്ടെ. ഇനി നമുക്ക് അടുത്ത ക്രോസിങ്ങിൻ്റെ സമയമാകുമ്പോഴേക്കും പുറത്ത് വരാം. എനിക്ക് ക്രോസിങ് കിട്ടുമെന്നറിയില്ല, ഇരുട്ടി തുടങ്ങി. ക്രോസിങ്ങിൻ്റെ സമയമാകുമ്പോഴേക്കും നമുക്ക് പുറത്ത് വരാം. നമ്മളിപ്പോൾ ഏറെക്കുറെ ആലുവ എത്താറായിട്ടുണ്ട്. ഇത് KMRL-നെയാണ് ഈ ഗംഗ എന്ന് പറയുന്ന ഫ്ലാറ്റ്. ഈ ട്രാക്ക് പോകുന്നത് കൊച്ചി മെട്രോയുടെ മെയിൻ്റനൻസ് ഡിപ്പോയിലേക്ക്, മുട്ടം യാർഡിലേക്ക് പോകുന്ന ട്രാക്കായിരുന്നു. മുട്ടം യാർഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അവിടെ ബാക്കിലായിട്ടാണ് മുട്ടം യാർഡ്. നമുക്ക് ദൂരെ കാണുന്നതാണ് മുട്ടമയാട്. അവിടെയാണ് മെട്രോ കോച്ചുകളുടെ മെയിൻ്റനൻസ് നടക്കുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് ആലുവ എത്താറായിട്ട്. നമുക്കിനി ഒരു 90 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. മയിൽക്കുട്ടിയിലുണ്ടല്ലോ 90/2. ഷൊർണൂരിലേക്കുള്ള ദൂരമാണ്. 90 കിലോമീറ്റർ കൂടെ പോകണം. ഈ വണ്ടി പണ്ട് 6 മണിയാകുമ്പോഴേക്കും ഷൊർണൂർ എത്തുമായിരുന്നു. 6-6:15 ഷൊർണൂർ എത്തിക്കൊണ്ടിരുന്ന വണ്ടിയാണ്. ഇപ്പോൾ സമയം മാറ്റി ഇങ്ങനെ ആക്കിയത്. പണ്ട് നമ്മൾ കണ്ണൂർ എറണാകുളം ഇൻ്റർസിറ്റിക്ക് വരുമ്പോൾ ഇതിനെ ഏകദേശം ഉള്ളൂർക്കരയൊക്കെ വെച്ച് ക്രോസ് ചെയ്യാറുണ്ട്, ഒരു 6-6:15. അപ്പം അങ്ങനെ നമ്മൾ ആലുവ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടുന്ന് ഒരുപാട് തിരക്ക് കയറാൻ ബാക്കിയുണ്ട്. നമ്മളങ്ങനെ ആലുവയിൽ നിന്ന് പുറപ്പെടുകയായി. ഇവിടെ നിന്ന് പ്ലാറ്റ്ഫോം കാലി ചെയ്തോ. കാര്യം ഈ വണ്ടി കഴിഞ്ഞാൽ ഇനി കുറച്ച് നേരത്തിനേക്ക് മലബാറിലേക്കുള്ള ഡെയിലി വണ്ടികളൊന്നും തന്നെ ഇല്ല. ഇന്ന് വ്യാഴാഴ്ചയാണ്. ഇന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നു. ഓഖ എക്സ്പ്രസ് ഉണ്ടെന്ന് തോന്നുന്നു ഇന്ന്. അത് 8 മണിക്ക് മറ്റുമാണ്. അതേ ഉള്ളൂ ഇനി മലബാറിലേക്ക് വണ്ടി. അതുവരെ മലബാറിലേക്ക് വേറെ വണ്ടികളൊന്നുമില്ല ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഈ വണ്ടിയിൽ യാത്രക്കാർക്ക് കയറിയേ പറ്റുള്ളൂ മലബാർ ഭാഗത്തേക്ക് പോകുന്നവർക്ക്. അപ്പം അങ്ങനെ ആലുവ സ്റ്റേഷൻ കഴിഞ്ഞു.
ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് അങ്കമാലിയാണ്. നമുക്ക് കാര്യമായിട്ട് ക്രോസിങ്സ് ഒന്നുമില്ല കേട്ടോ. നമുക്കിനൊരു പാലരുവി എക്സ്പ്രസ്സിനെ ക്രോസ് ചെയ്യാനുണ്ട്. അതല്ലാണ്ട് നമുക്കിവിടെ വേറെ ക്രോസിങ്സ് ഒന്നും കണ്ടില്ല. പിന്നെയുള്ള ക്രോസിങ്സ് വരുമ്പോഴേക്കും മിക്കവാറും ഇരുട്ടും. പിന്നെയുള്ളത് പൂനെ എറണാകുളം സൂപ്പർ ഫാസ്റ്റ്, അത് 7 മണിക്ക് വരുന്നത്. വലുതായിട്ട് ക്രോസിങ്സ് ഒന്നും നമുക്ക് പിടിക്കാനില്ല. കിട്ടുന്ന ക്രോസിങ്സ് അതെല്ലാം നമുക്ക് പിടിക്കാം. പെരിയാറിന് കുറുകെയുള്ള ആദ്യത്തെ പാലം ഞാൻ രാവിലെ മറ്റേ സൈഡ് കാണിച്ചായിരുന്നു. ഇതാണ് പെരിയാറ്. പൊതുവേ ശാന്ത സ്വഭാവക്കാരിയായ പുഴയാണ് പെരിയാറ്. മഴക്കാലത്ത് ശകലം കുരുത്തക്കേട് കാണിക്കാറുണ്ട്, എന്നാലും പൊതുവേ ശാന്ത സ്വഭാവിയാണ്. ഇവിടെ ഒരു കംപ്ലീറ്റ് ട്രാക്ക് റീപ്ലേസ്മെൻറ്റ് വരാനുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണാനുണ്ട് അവിടെ ഇവിടെയൊക്കെ. ഇനി കുറച്ച് കാലത്തേക്ക് ഇവിടെ ബ്ലോക്ക് ആയിരിക്കും. ഇത് പെരിയാറിന് കുറുകെയുള്ള രണ്ടാമത്തെ പാലം. ഈ ലെവൽ ക്രോസ് ഇന്ന് രാവിലെ നടന്നു. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. രാവിലെ നടന്നു നടക്കുകയാണ്. അവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഇവിടെ തുറന്നു തോന്നുന്നു. നമ്മുടെ കൊച്ചി എയർപോർട്ട്. കൊച്ചി എയർപോർട്ട് ആൾക്കാർ ഒരു ഹാങ് ഔട്ട് ഏരിയ തോന്നുന്നു. വൈകുന്നേരം ആകുമ്പോൾ ഒരുപാട് ഫാമിലീസും അതല്ലാണ്ടും ആൾക്കാരൊക്കെ കൊച്ചി എയർപോർട്ടിൻ്റെ ബൗണ്ടറി വാളിന് ചുറ്റും ഉണ്ടാവും. ഇത് ആൾക്കാരൊരു ഹാങ് ഔട്ട് സോൺ ആണെന്ന് തോന്നുന്നു. രാവിലെ നമ്മൾ പോകുമ്പോൾ കുറച്ച് ടേക്ക് ഓഫും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നുമില്ല, ശാന്തമായിട്ട് നിൽക്കുകയാണ് എയർപോർട്ട്. സുന്ദരിയായ കൊച്ചി. പണി നിന്നുപോയ ശബരി ലൈനാണ് കാണുന്നത്. ഇപ്പോൾ ശബരി ലൈനിൻ്റെ എസ്റ്റിമേറ്റ് വീണ്ടും പുതുക്കി കേരള സർക്കാർ നൽകിയിട്ടുണ്ട്. അപ്പോൾ റെയിൽവേ ബോർഡ് അംഗീകരിച്ച് കഴിഞ്ഞാൽ ഈ ലൈൻ വീണ്ടും ഇനി പണിയുമായിരിക്കും. ആ പൊങ്ങി കാണുന്ന എംബാങ്ക്മെൻറ്റ് ശബരി ലൈൻ്റെ ആയിരുന്നു. അതിലുള്ളൊരു പാലം നമുക്ക് കാണാം. കാലടി പാലമൊക്കെ ഒരു പണിത് കാലടി റെയിൽവേ സ്റ്റേഷൻ പണിയുകയും ചെയ്തു. അവിടം വരെയുള്ള അലൈൻമെൻറ്റ് റെഡിയാണ് തന്നെ. പാലരുവി എക്സ്പ്രസ് ആയിരുന്നു. പാലരുവി എക്സ്പ്രസ്സിനൊക്കെ ഇപ്പോൾ എന്താ സ്പീഡല്ലേ. അങ്ങനെ നമ്മൾ സിഗ്നൽ കാത്ത് കുറച്ച് നിന്നിട്ട് ജസ്റ്റ് അങ്കമാലി സ്റ്റേഷനിലോട്ട് കയറാൻ പോവാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കാലടി ലൈനിൻ്റെ അലൈൻമെൻ്റ് ആണ്. അതിൽ കുറച്ച് പാലങ്ങളും അതുപോലെ നമ്മുടെ പെരിയാറിന് കുറുകെ കാലടിയിലുള്ള ഒരു വലിയ പാലവും ഒക്കെ പണിത് കഴിഞ്ഞത്. അത് കാലടി റെയിൽവേ സ്റ്റേഷൻ പണിത് കഴിഞ്ഞു. പക്ഷേ പിന്നീട് ഫണ്ടുകളുടെ പ്രശ്നം, പിന്നെ അതുപോലെ സ്ഥലം ഏറ്റെടുപ്പിൻ്റെ പ്രശ്നമൊക്കെ കാരണം വർക്ക് നിന്നുപോയി. ഇപ്പോൾ കേരള സർക്കാർ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കേരള സർക്കാർ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എസ്റ്റിമേറ്റ് സദേൺ റെയിൽവേ അപ്രൂവ് ചെയ്ത് അത് റെയിൽവേ ബോർഡിന് അയച്ചു എന്നാണ് പത്രവാർത്ത. ഇനി റെയിൽവേ ബോർഡ് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ശബരി ലൈൻ യാഥാർത്ഥ്യമാവും. ഇവിടെ കാലടി ലൈനിന് വന്ന് ജോയിൻ ചെയ്യാനുള്ള പോയിന്റ്സ് അടക്കം ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടോ, ഈ പോയിന്റ് അതിനപ്പുറത്ത് കാലടി ലൈന് കാണാം നമുക്ക് അവിടെ വന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇത്രയൊക്കെ പണിതായിരുന്നു. പോയിന്റ്സ് ഇൻസേർട്ട് അടക്കം ചെയ്തായിരുന്നു.
നമ്മളിപ്പോൾ ജസ്റ്റ് അങ്കമാലി ഫോർ കാലടി സ്റ്റേഷനോട് എത്താണ്. ഇവിടെ ഇറങ്ങുന്ന ആൾക്കാരാണ്, കണ്ടോ. നമ്മൾ ജസ്റ്റ് അങ്കമാലിയിൽ നിന്ന് പുറപ്പെടുന്നു. ആക്ച്വലി നമ്മുടെ തൊട്ട് മുന്നേ പോയ ചെന്നൈ എക്സ്പ്രസ്, ആലപ്പി ചെന്നൈ എക്സ്പ്രസ് നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെ പോകുന്നുണ്ട്. ഒറ്റ ബ്ലോക്ക് ഫ്രണ്ടിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഔട്ടറിൽ വെയിറ്റ് ചെയ്യേണ്ടി വേണ്ടത്, സ്റ്റേഷനിൽ കയറി വെയിറ്റ് ചെയ്യേണ്ടത്. ആ ട്രെയിൻ ഇപ്പോൾ ജസ്റ്റ് കാറുകുറ്റി പാസ് ചെയ്തിട്ടേ ഉള്ളൂ. കാരണം നമ്മൾ ഒരു ബ്ലോക്ക് മുന്നിൽ തന്നെ ഉണ്ടത്. അതിൻ്റെ ഒരു ഡിലേ ഉണ്ട്. അതെന്തുകൊണ്ട് ആ ട്രെയിൻ അത്ര ഡിലേ എന്ന് എനിക്കറിയില്ല. കാരണം ആ ട്രെയിൻ പോയി അത്യാവശ്യം നല്ല സമയം കഴിഞ്ഞായിരുന്നു ഈ ട്രെയിൻ എറണാകുളം ജംഗ്ഷനിൽ വന്നത്. എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. എന്തായാലും നമ്മളങ്ങനെ അങ്കമാലിയിൽ നിന്ന് പുറപ്പെടുക. ദൂരം നമ്മുടെ പച്ച സിഗ്നൽ കാണാം. അപ്പോൾ നേരെ ഇരുട്ടി തുടങ്ങി. ഒരു ക്രോസിങ്ങും കൂടി ഉണ്ട്. ഒരു പൂനെ എറണാകുളം എക്സ്പ്രസ് ഇപ്പോൾ കാറുകുറ്റി കഴിഞ്ഞു എന്ന് വൈറസ്മേ ട്രെയിനിൽ കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ക്രോസിങ് കൂടി ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അകത്ത് പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് ഇരിക്കുകയാണ്. നല്ല ക്ഷീണമുണ്ട്, രാവിലെ അത് ഓടുകയാണ്. WAP 730289 ആയിരുന്നു. നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കോച്ചിനെ പറ്റി ഞാൻ കാര്യമായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. RCF കപ്പൂർത്തല ബിൽറ്റാണ്, June 2011 ബിൽറ്റ്. കാര്യമായിട്ട് വായിക്കാൻ പറ്റുമെന്ന് അറിയില്ല. SR 11101 എന്നായിരുന്നു ഇത് പണിതപ്പോൾ അതിൻ്റെ നമ്പർ. ഇപ്പം നമ്പർ മാറ്റി 116101 എന്നാക്കിയിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇരിങ്ങാലക്കുട സ്റ്റേഷനാണ്. ഇരിങ്ങാലക്കുട സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വെളിച്ചം തീരെ കുറവുള്ളൊരു സ്റ്റേഷനാണ്. തീരെ വെളിച്ചം കുറവാണ്. ഇപ്പം പിന്നെയും കുറച്ച് ലൈറ്റുണ്ട്. പണ്ട് വളരെ മോശമായിരുന്നു, ശോചനീയാവസ്ഥയാണ്. നമ്മൾ ജസ്റ്റ് ഇരിങ്ങാലക്കുട സ്റ്റേഷനിലെത്തി. ഈ ട്രെയിൻ ഒരുപാട് സ്റ്റോപ്പുണ്ട്. ഈ ട്രെയിൻ ആലുവ, അങ്കമാലി, ഇരിങ്ങാലക്കുട, ആലുവ, അങ്കമാലി, ചാലക്കുടി, ഇരിങ്ങാലക്കുട, പുതുക്കാട്, തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ വടക്കാഞ്ചേരി, അത് കഴിഞ്ഞാൽ പിന്നെ നേരെ ഷൊർണൂർ. തീരെ വെളിച്ചില്ലാത്ത സ്ഥലത്താണ് നിർത്തിയത്. ഇല്ലെങ്കിൽ ഞാൻ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങണമെന്ന് വിചാരിച്ചതാണ്. നമ്മൾ സിഗ്നലായി കഴിഞ്ഞു. അപ്പം അങ്ങനെ ഇതായിരുന്നു ഇരിങ്ങാലക്കുട സ്റ്റേഷൻ. അപ്പോൾ ഇരിങ്ങാലക്കുട കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റോപ്പ് പുതുക്കാടാണ്. പുതുക്കാട് കഴിഞ്ഞിട്ട് തൃശ്ശൂർ. പുതുക്കാട് ഞാൻ കവർ ചെയ്യാൻ സാധ്യത കുറവാണ്. ഇപ്പം തൃശ്ശൂർ എത്തിയിട്ട് കാണാം. ഇനി അങ്ങനെ തൃശ്ശൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നല്ല തിരക്ക് കാണാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് വണ്ടിയാണ്, കുറേ നേരം കഴിഞ്ഞ വണ്ടിയാണ്. ആക്ച്വലി നേത്രാവതി പോയി കഴിഞ്ഞാൽ പിന്നെ ഇതാ വണ്ടി. നേത്രാവതി എന്ന് പറയുന്നത് ഇവിടെ ഏകദേശം 3 മണിക്ക് പാസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് പിന്നെ വീക്ക്ലി വണ്ടിയാണ്, ഡെയിലി വണ്ടി തന്നെ. നേത്രാവതി 3 മണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വണ്ടിയാണ്. ഇപ്പോൾ സമയം 7 4 മണിക്കൂർ കഴിഞ്ഞ ഒരു വണ്ടിയുള്ളത്. ഇനി ഈ വണ്ടി കഴിഞ്ഞ് ഇനി പാതിരാത്രിയാണോ ഡെയിലി വണ്ടി ഉണ്ടാവും.
അങ്ങനെ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടു. ഇവിടെ ഹോം ടൗൺ ആയ തൃശ്ശൂർ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി അടുത്ത സ്റ്റോപ്പ് വടക്കാഞ്ചേരി, അത് കഴിഞ്ഞാൽ ഷൊർണൂർ. അങ്ങനെ നമ്മൾ ഭാരതപ്പുഴ എത്തി, ഷൊർണൂർ എത്താറായി. ഷൊർണൂരിലോട്ട് വരാം. ഷൊർണൂർ ഹോം സിഗ്നലാണത്. അപ്പുറത്തെ ഷൊർണൂർ യാർഡിന് വലിയ ലൈറ്റും കാണാം. നമ്മളങ്ങനെ ഷൊർണൂർ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. രാവിലെ പ്ലാറ്റ്ഫോം നമ്പർ 7 നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ 6 വന്ന് അവസാനിക്കുകയാണ്. ഇനി അങ്ങാടിപ്പുറം ട്രെയിൻ പിടിക്കാനുള്ളൊരു ഓട്ടം കാണാം. ഭാഗ്യത്തിന് എനിക്കിന്ന് ഓടണ്ട, ഇന്നൊക്കെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞാനിന്ന് ഓടിയാണ്. നല്ല തിരക്കാണ്. അങ്ങനെ ഷൊർണൂരെത്തി. ഇതാ ആൾക്കാർ ഓടി തുടങ്ങി. ഇപ്പോൾ സമയം 8:10 അങ്ങാടിപ്പുറം വണ്ടി പോകുന്നത്. അങ്ങാടിപ്പുറം വണ്ടി പക്ഷേ 8:10 പോകാറില്ല. അങ്ങാടിപ്പുറം വണ്ടി എന്ന് പറയുന്നത് നിലമ്പൂർ വണ്ടി, അത് 8:10 എടുക്കാറില്ല. അത് ഈ കണക്ഷൻ യാത്രക്കാർക്ക് അത് കിട്ടാൻ വേണ്ടി സാധാരണ കണക്ഷൻ വന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് പോകുള്ളൂ. അപ്പം ഈ ഓടുന്നവരൊക്കെ നിലമ്പൂർ വണ്ടിക്കുള്ളവരാണ്. ഇനി യാത്രക്കാർക്ക് പണി കൊടുക്കാൻ തന്നെ തീരുമാനിച്ചു തോന്നുന്നു. വണ്ടി രണ്ടിലും കാണുന്നു, 1-ലോ 2-ലോ ആണല്ലോ വണ്ടി. ഇതാടക്കുന്നു നമ്മുടെ സ്പെഷ്യൽ ട്രെയിൻ. ഇന്ന് ആൽക്കോ ആണ് അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ഇന്ന് എനിക്ക് യാത്രയില്ല, ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നില്ല അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ ഇന്നത്തെ ലോക്കോ ഒരു ആൽക്കോ ആണ്. ആ ലോക്കോ ഏതാണെന്ന് ജസ്റ്റ് നോക്കിയിട്ട് നമുക്ക് പുറത്തിറങ്ങാം. ഇതിൻ്റെ അപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ ഓടി വരുന്നുണ്ട്. ട്രാക്ക് കട്ട് ചെയ്ത് ഓടി വരുന്ന ആൾക്കാരാണ്. ഇതാണ് ഇവിടെ എല്ലാ ദിവസവും ഉള്ള സീന്. ഈ വണ്ടിയുടെ ടൈം ഒന്ന് മാറ്റി ഒരു 8:30 ആക്കി കഴിഞ്ഞാൽ യാത്രക്കാർ കുറച്ച് മനസ്സമാധാനം കിട്ടും. പക്ഷേ അത് റെയിൽവേ ചെയ്യാൻ മെനക്കെടില്ല. അപ്പോൾ ഇന്നത്തെ ലിങ്ക് എന്ന് പറയുന്നത് 11214 ആണ്. എറണാകുളത്തിൻ്റെ 11214 WDM 3D ആണ് ഇന്നത്തെ ലിങ്ക്. യാത്രക്കാരെല്ലാം കയറി കഴിഞ്ഞിട്ട് പോകുള്ളൂ. ഇത് 8:20 കഴിഞ്ഞിട്ട് എന്തായാലും പോകുള്ളൂ. യാത്രക്കാരെ സംഘടന ആവശ്യപ്പെട്ട അനുസരിച്ച് ഇൻഡസ്ട്രി എക്സിക്യൂട്ടീവ് വന്ന് 10 മിനിറ്റെങ്കിലും കഴിയാണ്ട് ഇത് പോവില്ല. കണക്ഷൻ ഉറപ്പ് വരുത്തുന്ന റെയിൽവേ ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നാൽ പിന്നെ നമുക്ക് കണക്ഷൻ വേണ്ടാത്ത സ്ഥിതിക്ക് നമുക്ക് എന്നാൽ ഷൊർണൂർ സ്റ്റേഷന് പുറത്തേക്ക് പോയേക്കാം. നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടാണെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ പറ്റില്ല നിങ്ങളുടെ കമൻറ്റ്സ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ.